നമസ്കാരം. ന്യൂസ് മലയാളത്തിന്റെ പ്രതിദിന വാർത്താ സംവാദ പരിപാടിയായ ഫയറിലേക്ക് സ്വാഗതം. ഈജിപ്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഹസനുൽ ബന്നയുടെ ആശയങ്ങളുടെ പിന്മുറക്കാരനായ അബുൽ അല മൗദൂദി 1941 സ്ഥാപിച്ച ജമാഅത്തെ ഇസ്ലാമി 2026 കേരള രാഷ്ട്രീയത്തെ ഇങ്ങനെ ഇളക്കി മറിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഒരു വളരെ ചെറിയ സംഘടനയാണ്, പക്ഷേ അതെപ്പോഴും ചർച്ചയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കൗതുകകരം. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയെ തന്നെ നിർണ്ണയിക്കുന്നു. സതീശന്റെ വാദം ജമാഅത്തെ ഇസ്ലാമി എങ്കിലും അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഒരു സംശയം. മുസ്ലിം പൊതുസമൂഹത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വീകാര്യത സൃഷ്ടിക്കുകയാണ് സതീശൻ എന്നാണ് CPIMന്റെ ആരോപണം. ഇതേ CPIMന് ഇസ്ലാമോഫോബിയ എന്ന ആഖ്യാനം വിജയിക്കുമോ? ഇതാണ് ഇന്ന് ഫയർ പരിശോധിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചോദിച്ച ചോദ്യം ഇതാണ്: ജമാഅത്തെ ഇസ്ലാമിയെ VD സതീശൻ വെള്ളപൂശുന്നു. അനുകൂലിക്കുന്നവർ 61% എന്നതും കൗതുകകരമാണ്. എതിർക്കുന്നവർ 36%. അഭിപ്രായമില്ല എന്ന് പറഞ്ഞവർ 3%. ഇതാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്ന വിഷയവും. CPIMൽ നിന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ശ്രീ GV ഹരി പങ്കെടുക്കുന്നു. സാംസ്കാരിക നായകനായ അല്ലെങ്കിൽ ചിന്തകനായ ശ്രീ MN കാരശ്ശേരി കൂടി നമ്മോടൊപ്പം പങ്കെടുക്കുന്നു. ശ്രീ കാരശ്ശേരി മാഷ് കൂടി പങ്കെടുക്കുന്നു. കാരശ്ശേരി മാഷിൽ നിന്ന് തന്നെ തുടങ്ങാം. മാഷ്, ഇതിനകത്ത് ഈ നമ്മളെല്ലാ ചർച്ചകളിലും ആവർത്തിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ വളരെ ചെറിയൊരു സംവിധാനമാണ്. മുസ്ലിം സമൂഹത്തിനിടയിൽ വളരെ ചെറിയ ന്യൂനപക്ഷമായ ഒരു സംവിധാനം. പക്ഷെ അതെല്ലാ ഘട്ടത്തിലും ചർച്ചയിൽ ഇങ്ങനെ നിറഞ്ഞേക്കുന്നുണ്ട്. നമ്മൾ പോലും ഇപ്പോഴെന്തിനാണ് ഇത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രഖ്യാപനം സ്വാഭാവികമായും കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കും. അതായത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ആ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തന്നെയാണ് അതിനകത്തെ ഒരു പ്രശ്നം. ഇപ്പുറത്താവട്ടെ ജമാഅത്തെ ഇസ്ലാമി എന്നത് ഒരു ഭീമാകാര രൂപമായി അവതരിപ്പിച്ചുകൊണ്ട് CPIM നിരന്തരം അതിനെ തന്നെ കേന്ദ്രീകരിച്ച് ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നത് തന്നെയാണോ, അതോ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു വിഷയമായി ഇത് പരിവർത്തിക്കപ്പെട്ടോ? ഹർഷൻ, എനിക്കെപ്പോഴും വളരെ തമാശ ഒന്നൊരു കാര്യമാണത്. എന്താ കാരണം വെച്ചാൽ, കേരളത്തിലെ മുസ്ലിം സംഘടനകളിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നതും ഏറ്റവും കുറച്ച് ജനപിന്തുണ ഉള്ളതുമായ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി. അത് 1941 ലാഹോറിൽ രൂപം കൊണ്ടതാണ്. 41 ആഗസ്റ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ ആശയം എന്ന് പറയുന്നത്, അന്ന് അവർ ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ പറയാം: ഹുക്കൂമത്തെ ഇലാഹി, ദൈവത്തിൻ്റെ ഭരണം. ദൈവമാണ് അവരുപയോഗിക്കുന്നൊരു വാക്കാണ് തിയോ ഡെമോക്രസി, ദൈവിക ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആരെയാണ്? മതപൗരോഹിത്യത്തെയാണ് നമ്മൾ വാഴിക്കേണ്ടത്. അതിന് നല്ല ഉദാഹരണമാണ് ഇറാൻ. അപ്പോൾ ഈ മതപൗരോഹിത്യത്തെ ദൈവത്തിൻ്റെ പേരിൽ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ പേരിൽ വാഴ്ച കൊള്ളാൻ അനുവദിക്കുക എന്നുള്ള വളരെ അപ്രായോഗികവും അങ്ങേയറ്റം പിന്തിരിപ്പനുമായ ഒരു ആശയമായിട്ടാണ് അവർ വന്നത്. 1947 ഇന്ത്യ വിഭജിച്ചു. അവിഭക്ത ഇന്ത്യയിലാണ് ഇതിൻ്റെ സ്ഥാപകൻ അബുൽ അല മൗദൂദി ഉണ്ടായിരുന്നത്. അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. 48 ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് രൂപം കൊള്ളുന്നത്. 1950 അവരവരുടെ ലക്ഷ്യം ഒന്ന് മാറ്റി എന്ന് പറഞ്ഞു. അവരൊരു വാക്ക് മാറ്റി. ഹുക്കുമത്തെ ഇലാഹി എന്നതിന് പകരം ഇക്കാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ മതസംരക്ഷണം, മതം നിലനിർത്തുക. ഇക്കാമത്തുദ്ദീൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥതാണ്. പക്ഷേ ദീൻ എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് രാഷ്ട്രമാണെന്ന് അവർക്ക് വേറെ വാദമുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വിചാരിച്ചാൽ തീർത്തും വാക്കിലുള്ള ഒരു കളിയാണിത്, ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ കേരളത്തിലൊക്കെ 48 തന്നെ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലൊക്കെ അവർ പത്രം നടത്തുക. അതൊക്കെ വളരെ 80s 89 എൻ്റെ ഓർമ്മ മാധ്യമം വരുന്നത്. അതിനുമുമ്പ് അവർക്ക് IPH എന്ന് പറഞ്ഞൊരു പ്രസാധക സംഘമുണ്ട്, പ്രബോധനം എന്നൊരു വീക്കിലി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ആണെങ്കിൽ അവർക്ക് മീഡിയ 1 എന്നൊരു ചാനലുണ്ട്. അവർക്കൊരു ദൃശ്യത, വിസിബിലിറ്റി വളരെ കൂടുതലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ മുസ്ലിം ലീഗാണ് ഇവിടുത്തെ വലിയ മുസ്ലിങ്ങളുടെ വലിയ രാഷ്ട്രീയ സംഘടന. അവർക്കൊരു ചാനലില്ല, മര്യാദയ്ക്കൊരു പത്രം നടത്താൻ അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ
അവർക്ക് പ്രസാധക സ്ഥാപനം ഇല്ല, ഇവിടെ ആർക്കും ഇല്ല. മറ്റുള്ളവരൊന്നും ഇപ്പോൾ സിറാജ് എന്നുള്ള പത്രം അല്ലെങ്കിൽ സുപ്രഭാതം എന്നുള്ള പത്രം ഒന്നും മാധ്യമം ദിനപത്രത്തിന് മുമ്പിലൊന്നും അല്ല, നല്ല പത്രമാണ് മാധ്യമം. അപ്പോൾ ഈ തരത്തിൽ പിന്നെ സാഹിത്യകാരന്മാരെ പങ്കെടുപ്പിക്കുക, ബുദ്ധിജീവികളെ പങ്കെടുപ്പിക്കുക, ഇതൊക്കെ അവർക്ക് അറിയുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, 2 വട്ടം ഇന്ത്യ ഗവൺമെൻറ് അവർ നിരോധിച്ചിരുന്നു. അത് ഒന്ന് 75-77 കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചു. പിന്നെ 92 ഡിസംബർ 6-ാം തീയതി സംഘപരിവാർ അന്യായമായി ബാബരി പള്ളി പൊളിച്ചപ്പോൾ അവരെ നിരോധിച്ചു. നിരോധനപ്പം നീക്കി 2 തവണ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവർ 2011 എന്നാണ് എൻ്റെ ഓർമ്മ. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാൻ. കാരണം എലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പങ്കെടുക്കാൻ പാടില്ലാത്ത ഒന്നാണ്. കാരണം അവർ പറഞ്ഞ കാര്യം പൈശാചിക വ്യവസ്ഥ എന്ന് പറയും. ഇസ്ലാമികമല്ലാത്ത, ദൈവത്തിൻ്റെതല്ലാത്ത എല്ലാം താകൂത്തി എന്ന് അവർ ഉപയോഗിക്കുന്ന വാക്ക് പൈശാചികം എന്നതിൻ്റെ അർത്ഥം. സർക്കാർ ജോലികൾ സ്വീകരിക്കാൻ പാടില്ല, കോടതികളിൽ പോകാൻ പാടില്ല, ആധുനിക മതേതര വിദ്യാഭ്യാസത്തിന് പോകാൻ പാടില്ല എന്നൊക്കെ അവർക്ക് വിലക്കുണ്ടായിരുന്നു. ഈ വിലക്കുകളൊക്കെ പൂർണ്ണമായി നീങ്ങുന്നത് 77-ലാണ്. അടിയന്തരാവസ്ഥ പിൻവലിച്ചപ്പോൾ അവർ വോട്ട് ചെയ്യാൻ തുടങ്ങി. ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് വോട്ട് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ പാർട്ടി നോക്കണ്ട, ആളുകളുടെ വ്യക്തിത്വം നോക്കിയിട്ട്, വ്യക്തികളെ നോക്കിയിട്ട് വോട്ട് ചെയ്യാനായി. അത് കഴിഞ്ഞ് 2011 അവർ വെൽഫെയർ പാർട്ടി എന്നൊരു പാർട്ടി തന്നെ രൂപീകരിച്ചു. അപ്പോൾ മാധ്യമം പത്രം ജമായത്തിൻ്റെതല്ല എന്നവർ പറയും, വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയല്ല എന്ന് പറയും. അതിനൊക്കെയുള്ള മന്യ സമുദായക്കാരൊക്കെ മെമ്പർമാരൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി അവരുടെ വാദം എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെതിരാണ്. അവർ വിശ്വസിക്കുന്നത് ദൈവിക ജനാധിപത്യത്തിലാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ദൈവിക ഗ്രന്ഥത്തിനനുസരിച്ച്, ഇപ്പോൾ വിശുദ്ധ ഖുർആൻ എന്നവർ വേദഗ്രന്ഥത്തെ പറയും, അതുപോലെ നബി വചനം, ശരീഅത്തിനനുസരിച്ച്, മതത്തിനനുസരിച്ച് നിയമം, 7-ാം നൂറ്റാണ്ടിലെ നിയമമാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ഈ തരത്തിൽ ഉള്ള ഇത് അവർ ഒരിക്കലും മാറ്റിയിട്ടില്ല. അതായത് ഇപ്പോൾ ഈ അടുത്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്, വക്താവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്, അതിൽ വിശ്വസിക്കാത്ത ഒരാൾ വിശ്വാസിയാവുകയില്ല എന്ന് പറഞ്ഞത്. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്. ഇസ്ലാമിക് ആയത് റിപ്പബ്ലിക് ആവില്ല, റിപ്പബ്ലിക് ആയത് ഇസ്ലാമിക്കും ആവില്ല. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പരമാധികാരമുള്ള രാഷ്ട്രം എന്നാണ്. അവിടെ പരമാധികാരം ദൈവത്തിനാണ്. കാരണം അധികാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. ഭരണാധികാരം വേറെ ഒരാൾക്ക് വേണം എന്ന് പറയുന്നത് തന്നെ അനിസ്ലാമികമാണെന്നാണ് അവരുടെ വിശ്വാസം. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. നമുക്ക് അതിലേക്ക് ചർച്ചയിലേക്ക് കടക്കാനുള്ളത് ആയി എന്ന് തോന്നുന്നു. ഞാൻ അതുകൊണ്ട് തിരിച്ചു വരാം. കാരണം ഇപ്പോൾ ഇതാണ് വസ്തുത. എന്നിരിക്കെ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മറ്റൊരു തരത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നു. മുന്നണികളും, അതായത് LDF ആയാലും UDF ആയാലും, കുറച്ചുകൂടി സ്പെസിഫിക് ആയി പറഞ്ഞാൽ കോൺഗ്രസും CPIM ഇതിനെ അവതരിപ്പിക്കുന്നതും ചർച്ച ചെയ്യുന്നതും മറ്റൊരു തലത്തിലാണ് എന്നതാണ് പ്രശ്നം. ഡോക്ടർ GV ഹരി, ഇക്കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം, അതായത് ഇങ്ങനെ സാമൂഹ്യ നിരീക്ഷകർ നൽകുന്ന വിശദീകരണത്തിനപ്പുറത്ത് ഷൂറ അംഗമായ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് VD സതീശൻ ആദ്യഘട്ടത്തിൽ ഈ ക്ലീൻ ചിറ്റ് നൽകിയതിന് ശേഷവും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് അത് ഒരു സത്യവിശ്വാസിക്ക് നിരസിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് വളരെ കൃത്യമായി പറയുകയും മതരാഷ്ട്രവാദം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ള സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ വിഷയത്തിൽ ഊന്നി അങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യമൊക്കെ കഴിഞ്ഞിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. പക്ഷേ ഇപ്പോഴും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വീണ്ടും പറയുകയാണ്, വളരെ വ്യക്തമായി പറയുകയാണ്, ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു, അവരത് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അവർ പിന്തുണ നൽകിയാൽ തീർച്ചയായും ആ പിന്തുണ സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന്. എന്തിനാണ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ്? ഹർഷൻ, ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കാലത്തും എടുത്തിരിക്കുന്ന ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ്. ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഞങ്ങളെല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വരുന്ന ആളുകളോട് ഞങ്ങളെ പിന്തുണയ്ക്കേണ്ട എന്ന് ഞങ്ങളുടെ കാലത്തും പറയാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ സ്ട്രാറ്റജിയിൽ തന്നെ എല്ലാ തരത്തിലുള്ള വോട്ടുകളും സമാഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് ഞങ്ങൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്നുള്ളത്
വളരെ തവണ പല പ്രാവശ്യം വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ നിന്നായിരിക്കണം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഴയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പഴയ കേരളം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ആളുകളെയും മതേതരത്വം നിറഞ്ഞു നിൽക്കുന്ന കേരളം. ഇന്ത്യയിൽ തന്നെ ഇന്ന് അപൂർവം സംസ്ഥാനങ്ങളിൽ മതേതരത്വം എന്ന് പറയുന്ന ആശയം ഏറ്റവും കൂടുതൽ ജനഹൃദയങ്ങളിലുള്ള ഒരു സംസ്ഥാനം നമ്മുടേതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള മതവിശ്വാസികളുടെയും വോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ ഇതിനകത്ത് കാണുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ട് എന്നുള്ളതല്ല, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വോട്ട് എന്നുള്ളത്. അതിന് ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അതിൻ്റെ അംഗങ്ങളുണ്ടാവും, അതിനകത്ത് മറ്റ് രാഷ്ട്രീയ മറ്റ് മതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ വോട്ടുകളുണ്ടാവും. എല്ലാ തരത്തിലുള്ള ആളുകളുടെയും വോട്ടുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഞങ്ങളുടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. യാത്രയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പഴയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരിക. ആ പഴയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമുക്കറിയാവുന്നതുപോലെ ഒരു സർക്കാർ നമുക്ക് 10 വർഷമായി കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ യാതൊരു തരത്തിലുള്ള വികസനവുമില്ല. അതുമാത്രമല്ല, കേരളം എത്രത്തോളം മോശമായിരിക്കുന്നു എന്നുള്ളത് പല ഇൻഡെക്സുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹർഷൻ. അതുകൊണ്ട് ഈ യാത്രയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയവും പഴയ കേരളത്തെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. പഴയ കേരളം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മതേതരത്വ കേരളം എന്ന ആശയമാണ് നമ്മൾ ഒന്നാമതായിട്ട് മുന്നോട്ട് വെക്കുന്നത്. രണ്ടാമത് വികസനം നമ്മൾ മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് വോട്ട്, ഞങ്ങളെ പിന്തുണയ്ക്കുന്ന എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് ജമാഅത്തെ ഇസ്ലാമി നൽകിയാലും ഞങ്ങൾ അത് സ്വീകരിക്കും. അതോടൊപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, മറ്റ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ നൽകിയാലും ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അതിനകത്തുള്ള പ്രശ്നം ഇത് വോട്ട് സ്വീകരിച്ചോളൂ. പക്ഷേ ഈ ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേണോ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് സ്വീകരിക്കാൻ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവിന്റെ അദ്ദേഹം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണല്ലോ, അദ്ദേഹത്തിന് അത്തരത്തിലൊരു ബോധ്യം ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹം ഓപ്പണായിട്ട് നിങ്ങളുടെ മുമ്പിലാണല്ലോ പറഞ്ഞത്, മാധ്യമങ്ങളുടെ മുമ്പിലാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബോധ്യത്തിലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നല്ല വായനയുള്ള ആളാണ്. ഒരു വർഷം ഏതാണ്ട് 30 പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിക്കുകയും ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നെങ്കിലും പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ? അല്ല ഹർഷൻ, ഒരു കാര്യം കൂടെ പറയട്ടെ. നോക്കൂ, ഇത് CPM, നമ്മൾ ഇപ്പോൾ ഈ കോൺഗ്രസ് ഇത് പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കൊക്കെ പ്രശ്നം. ഇതിനകത്ത് CPM ഏറ്റവും കൂടുതലായി നിങ്ങൾ പറയുന്ന വർഗീയ ശക്തികളുമായി ഏറ്റവും കൂടുതൽ കൂട്ടുകൂടിയതും അവരെ പൊതുവേദിയിൽ വന്നുകൊണ്ട് അവരെ ശ്ലാഘിച്ചതും അല്ലെങ്കിൽ അവരെ ആശ്ലേഷിച്ചതുമെല്ലാം CPM ആണ്. നമ്മൾ കണ്ടതാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ശ്രീ മദനി അടക്കമുള്ള ആളുകളുമായി കൈകോർത്ത് മുന്നോട്ട് പോയിട്ടുള്ള അദ്ദേഹമാണ്. ആ നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പരസ്യമായി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് വോട്ട് ചെയ്ത കാര്യം. ആ നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ വോട്ട് ചെയ്യുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അപ്പോഴും CPIM എപ്പോഴെങ്കിലും പറഞ്ഞിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന്. അല്ല, അതാണ് ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞല്ലോ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്നാണ് അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ക്ലാരിറ്റി വരുത്തും. പക്ഷേ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഉത്തരത്തെ ചേർന്ന് നിന്നുകൊണ്ട് ആ ഉത്തരത്തെ വിശദീകരിക്കാൻ താങ്കൾക്ക് പരിമിതി ഉണ്ടാവും. പക്ഷേ ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്, കോൺഗ്രസ് ഇതിനെ പൂർണ്ണാർത്ഥത്തിൽ ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് നമുക്കുള്ളത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇത് ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലിയുള്ള വലിയ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാൻ CPIM ബോധപൂർവം ശ്രമിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു മൃദു ഹിന്ദുത്വ സ്വഭാവത്തിലുള്ള രാഷ്ട്രീയം പയറ്റാൻ വേണ്ടിയുള്ള CPMന്റെ ശ്രമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണം കഴിഞ്ഞ നാളുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ CPIM കേട്ടതാണ്. ഇന്നിപ്പോൾ ഗോവിന്ദമാഷ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ VD സതീശൻ ആരംഭിച്ചിരിക്കുന്ന യാത്ര തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാനാണ് എന്നാണ്. ഒറ്റയടിക്ക് അതിലേക്ക് കൊണ്ടു നിർത്താൻ VD സതീശനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ കൗതുകകരമായ കാര്യം. അതായത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്നത് UDFന്റെ ലക്ഷ്യമാണെങ്കിൽ ആ ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ആ കളത്തിലേക്ക് കൊണ്ടുവന്ന് CPIMനെ നിർത്താൻ VD സതീശൻ പ്രയോഗിക്കുന്ന ഒരു തന്ത്രമാണോ യഥാർത്ഥത്തിൽ ഇത്?
അല്ല, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ താൽക്കാലികമായ വോട്ട് വാങ്ങലും കൊടുക്കലിനും അപ്പുറത്തുള്ള അപകടകരമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അന്തർലീനമായിരിക്കുന്ന ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമിയോടും RSSനോടുമൊക്കെ നമ്മൾ എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ RSS പ്രതികരിക്കുന്ന ഹിന്ദുത്വ ഫാസിസം ദേശീയ അധികാരത്തിലാണ്. അതിനെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ വഴികളിലാണ്. ഹിന്ദുത്വ ഫാസിസത്തെ പിന്തുണക്കുന്ന ഇന്ത്യൻ കോർപ്പറേറ്റുകൾ പ്രതികരിക്കുന്ന നിയോലിബറൽ നയങ്ങൾക്കും വർഗീയതക്കുമെതിരായിട്ട് കേരളം ഒരു ബദലായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ലോകോത്തരമായ ഒരു മാതൃകയായിട്ടത് മാറിയിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ഹരി പറയുന്നത് പഴയ കേരളത്തിലേക്ക് തിരിച്ചു പോകണം. ഏത് കേരളത്തിലേക്കാണ്? ഭാസ്കരൻ ഉണ്ണി പറഞ്ഞ കേരളത്തിലേക്കാണോ? 19-ാം നൂറ്റാണ്ടിലെ കേരളത്തിലേക്കാണോ? അന്ധതയുടെയും അനാചാരങ്ങളുടെയും അതേപോലെ സർവ്വവിധത്തിലുള്ള വിവേചനങ്ങളുടെയും ഒരു കേരളം. ആ കേരളത്തെ കൊണ്ടുവരാനാണ് നിങ്ങൾ ആർത്തവലഹളക്കാരോടൊപ്പം ചേർന്നത്. അദ്ദേഹം 10 വർഷത്തിന് അപ്പുറത്തുള്ള ഒരു കാലമായിരിക്കും. 10 വർഷം മുമ്പുള്ള ഒരു കാലമേ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ. 10 വർഷത്തിന് മുമ്പുള്ള കാലം എന്ന് പറഞ്ഞാൽ 18 മാസക്കാലം സാമൂഹ്യക്ഷേമ പെൻഷൻ പോലും കുടിശ്ശികയായ കാലമാണ്. ഇവിടുത്തെ സർവ്വ രംഗങ്ങളും വ്യവസായത്തിൻ്റെ മരുപ്പറമ്പായി കേരളം മാറിയ ഒരു ഘട്ടമാണ്. ഒരു വികസന പ്രവർത്തനവും നടത്താത്ത ഒരു ഘട്ടമാണ്. അത്തരം ഒരു കാലത്തേക്ക് തിരിച്ചു പോകാനാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വരട്ടെ. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് RSS ഈ രാജ്യത്തിൻ്റെ ദേശീയാധികാരത്തിലേക്ക് വരികയും നമ്മുടെ ജനാധിപത്യ മതനിരപേക്ഷ ജനാധിപത്യ സംവിധാനങ്ങളെ ആകെ തകർക്കുകയും ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തുകയാണ്. ഇതിനെതിരായിട്ട് ഈ രാജ്യത്ത് BJP ഇതരമായ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും മതനിരപേക്ഷ ജനാധിപത്യ പ്ലാറ്റ്ഫോം വിശാലമായ തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം. അതിന് തടസ്സം നിൽക്കുന്ന നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമിയെപ്പോലുള്ള ഒരു മതരാഷ്ട്രവാദ സംഘടന നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞല്ലോ, സൂചിപ്പിച്ചല്ലോ, 2011 ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം നടന്നത് അർഷനെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തനം അറിയാമല്ലോ, ഡൽഹിയിലെ മാവലങ്കർ ഹാളിലാണ്. ആ മാവലങ്കർ ഹാളിലേക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയെ ജമാഅത്ത് ഇസ്ലാമി നേതാക്കന്മാർ ക്ഷണിച്ചു കൊണ്ടുപോയോ? അവിടെ ആകെ പ്രാതിനിധ്യമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്ന് പറയുന്നത് BJP നേതാവായിട്ടുള്ള ഡോക്ടർ KK ജെയിൻ മാത്രമാണ്. ആരാണ് KK ജെയിൻ? ആരും മറന്നുപോകരുത്. ഹരിയെപ്പോലുള്ള ആളുകൾ ഈ പറയുന്ന ശ്രദ്ധാപൂർവം കേൾക്കണം. ആരാണ് KK ജെയിൻ? 1992 ഇസ്രയേലുമായിട്ട് നരസിംഹറാവു ബന്ധം സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും ഷിമോൺ പെരേസ് ഇന്ത്യയിലേക്ക് വരികയും ചെയ്തപ്പോൾ ഡൽഹി പാലം വിമാനത്താവളത്തിൽ അന്നത്തെ ഔദ്യോഗിക മന്ത്രിമാർക്കൊപ്പം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് സുഷമാ സ്വരാജിനോടൊപ്പം പാലം വിമാനത്താവളത്തിൽ പോയിട്ട് ഷിമോൺ പെരേസ് എന്ന് പറയുന്ന ഈ കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ധരാധമനെ ആരതിയൊഴിഞ്ഞ് സ്വീകരിച്ച ആളാണ് മിസ്റ്റർ KK ജെയിൻ. ആ KK ജെയിനെയാണ് ഇവിടെ ന്യൂനപക്ഷ രാഷ്ട്രീയം പറയുന്ന CPM മുസ്ലിം വിരുദ്ധ ഹിന്ദുത്വ പാർട്ടിയാണെന്ന് നെറേഷൻ ഉണ്ടാക്കാൻ 24 മണിക്കൂറും പണിയെടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ രാഷ്ട്രീയ കക്ഷിയുടെ രൂപീകരണ സമ്മേളനത്തിൽ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം കാര്യം വ്യക്തമാണ്. ഹിന്ദുത്വത്തിൻ്റെ മറുപുറം കളിച്ച് ഹിന്ദുത്വ ശക്തികൾക്ക് ഈ രാജ്യത്ത് ഭൂരിപക്ഷ മതത്തിൻ്റെതായ ഒരു രാഷ്ട്രഘടന നമ്മുടെ മതനിരപേക്ഷതയും ജനാധിപത്യത്തെയൊക്കെ ഉൾക്കൊള്ളുന്ന ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കി അതിന് സൗകര്യമൊരുക്കുക, മണ്ണൊരുക്കി കൊടുക്കുന്ന നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഒരു തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കുന്നതെന്നല്ല, അവരുടെ രാഷ്ട്രീയ തന്ത്രമാണ്. എന്താണ് അവരുടെ പ്രത്യയശാസ്ത്ര ലക്ഷ്യം എന്താണെന്ന് കാരശ്ശേരി മാഷ് ഇവിടെ പറയാൻ ശ്രമിച്ചത് അവരുടെ പ്രത്യയശാസ്ത്ര ലക്ഷ്യത്തെക്കുറിച്ചാണ്. എന്താ അവരുടെ പ്രത്യയശാസ്ത്ര ലക്ഷ്യം? IPH തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം, മറ്റാരും അവരെ വിമർശിച്ചെഴുതിയതൊന്നും നമ്മൾ നോക്കണ്ട. IPH തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മിസ്റ്റർ മൗദൂദിയുടെ നിരവധി കൃതികൾ. ഇത് ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രശ്നമൊന്നുമല്ല, വളരെ നേരത്തെ മുതൽ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്താണ്. അന്നത്തെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മേധാവി ഡയറക്ടർ മിസ്റ്റർ മല്ലിക്കാണ്, BN മല്ലിക്കാണ്. BN മല്ലിക്കിനോട് ജമാഅത്ത് ഇസ്ലാമി വടക്കേ ഇന്ത്യയിലൊട്ടാകെ പ്രത്യേകിച്ച് UP-യിൽ വലിയ കലാപങ്ങൾ ഉണ്ടാക്കി. അന്നത്തെ UP മുഖ്യമന്ത്രിയായിരുന്ന സമ്പൂർണ്ണാനന്ദ് കലാപങ്ങൾക്ക് പിറകിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നെഹ്റുവിന് കത്തെഴുതി. ആ ഒരു പശ്ചാത്തലത്തിലാണ് BN മല്ലിക്കിനോട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്ത്യയിലെ പ്രവർത്തനത്തെക്കുറിച്ച് പരിശോധിക്കാൻ ശ്രമിച്ചത്. 1950കളുടെ സാർവദേശീയ സാഹചര്യം നമ്മൾ ഓർമ്മിക്കണം. ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിക്കുകയും അപഹരിക്കപ്പെട്ട മണ്ണ് വീണ്ടെടുക്കാൻ ഈജിപ്ത് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി പാലസ്തീൻ മക്കൾ യുദ്ധം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യത്താണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈജിപ്തിലും ഇറാനിലുമൊക്കെ അറബ് നാഷണാലിറ്റിയോടൊപ്പം ചേർന്ന് പലസ്തീൻ മണ്ണിൻ്റെ അവകാശത്തിന് വേണ്ടി അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഭൂമി പുനഃസ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകൾക്കെതിരായിട്ട്
പ്രതിവിപ്ലവം ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ബ്രദർഹുഡ്. ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഇന്ത്യൻ ഘടകമാണ് ജമാഅത്തെ ഇസ്ലാമി. ഞാൻ പറഞ്ഞതല്ല, ഹരിയുടെ പാർട്ടിയുടെ സമുന്നതരായ നേതാവായ നമ്മുടെ ദേശീയ നേതാവായ മഹാനായ ജവഹർലാൽ നെഹ്റു ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അന്നത്തെ യു പി മുഖ്യമന്ത്രി സമ്പൂർണ്ണ ആനന്ദൻ എഴുതിയിട്ടുള്ള കത്ത്, വളരെ വിശദാംശങ്ങളോടുള്ള കത്ത്, ബി എൽ മല്ലിക്കിന്റെ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടുള്ള കത്ത് അദ്ദേഹത്തിന്റെ സെലക്ടഡ് വർക്സിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്ര ലക്ഷ്യം അപകടകരമാണ്. അവരുടെ രാഷ്ട്രീയ തന്ത്രം, അവരെത്ര ന്യൂനപക്ഷത്തെക്കുറിച്ച് പറഞ്ഞാലും ന്യൂനപക്ഷമല്ല അവർ ലക്ഷ്യം വെക്കുന്നത് ഈ രാജ്യത്ത് RSS ഭരിച്ചോട്ടെ എന്നാണ്. അതുവഴി എന്താണ്, ഈ രാജ്യത്ത് മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കി തങ്ങളുടെ ദീൻ രാഷ്ട്രമാണെന്ന് പറയുന്നവരാണ് അവർ. എങ്ങനെയാണ് ദീൻ രാഷ്ട്രം? ഒരു ജനതയുടെ വിശ്വാസപരമായ വഴിയാണ്. കുഞ്ഞുകണ്ട, നമുക്ക് ഇതിലേക്ക് ഈ വരാം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഏതാണ്ട് ചരിത്രം നമുക്ക് ഏകദേശം വ്യക്തമാണ്. പല ആവർത്തി നമ്മൾ ഈ വിഷയം ഈ പ്രത്യേകിച്ച് VD സതീശൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ മുതൽ നമ്മളിത് ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏകദേശം വ്യക്തമാണ്. പക്ഷേ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ CPIM ഇതിലൊരു പദ്ധതിയുണ്ട് എന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നു, ലീഗ് ആരോപണം ഉന്നയിക്കുന്നു, അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പുറത്താണെങ്കിൽ അതിലേക്ക് കൊണ്ടു നിർത്തുന്ന തരത്തിൽ VD സതീശൻ ഈ പ്രസ്താവന ആവർത്തിക്കുകയും ചെയ്യുന്നു. അതാണ് പ്രശ്നം. അല്ല, അത് അർഷൻ കാര്യങ്ങൾ വ്യക്തമല്ലേ? ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ചില വിധ്വംസ ഗ്രൂപ്പുകളുടെ സഹായത്തോടു കൂടിയാണ് ഇവിടെ മുസ്ലിം ലീഗും കോൺഗ്രസുമൊക്കെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മർമ്മപ്രധാനമായ എല്ലാ പദ്ധതികളെയും എതിർത്തത്. അതിനെക്കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ, കിംവദന്തികൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ആ പ്രചരണത്തിന് വേണ്ടി അവർ വലിയ രീതിയിൽ മതപരമായ അനുഷ്ഠാനത്തെപ്പോലും ഗെയിൽ പദ്ധതിക്കെതിരായിട്ടുള്ള സമരത്തിന് ഉപയോഗിച്ചവരാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് നമ്മൾ മറന്നു പോകരുത്. നാഷണൽ ഹൈവേ ആയാലും ഗെയിൽ പദ്ധതി, എല്ലാ പദ്ധതികൾക്കെതിരായിട്ട് അവർ സമരം ഉയർത്തിക്കൊണ്ടു വന്നു. കേരളത്തിൻ്റെ സമൂലമായ ഒരു വികസനത്തെ ലക്ഷ്യം വെക്കുന്ന, ഭാവി കേരളം ഒരു വികസിത, ഒരു ഡെവലപ്ഡ് സൊസൈറ്റി ആയിട്ട് കേരളത്തെ മാറ്റുന്ന എല്ലാ പദ്ധതികൾക്കും അവരെതിരായിരുന്നു. പദ്ധതിക്ക് എതിർത്തിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്തു. പിണറായി വിജയൻ്റെ സർക്കാർ വന്നു. ഒരു വികസിതമായ ഒരു സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾ ഇച്ഛാശക്തിയോടെ ഏറ്റെടുത്തു. അതൊക്കെ യാഥാർത്ഥ്യമായി. എന്നു മാത്രമല്ല, ദേശീയ തലത്തിൽ കോൺഗ്രസ് പോലും ദുർബലമാവുകയും BJP രാജ്യത്തിൻ്റെ പൗരത്വ നിയമം വരെ മതാധിഷ്ഠിതമാക്കി ഭേദഗതി ചെയ്തു. ആ ഘട്ടത്തിൽ അതിനെയൊക്കെ അതിശക്തമായി പ്രതിരോധിക്കുന്ന ഒരു താവളമായി കേരളം മാറി. കേരളത്തിൻ്റെ നിയമസഭയിൽ എല്ലാ കക്ഷികളും ഒന്നു ചേർന്നുകൊണ്ട് പ്രമേയം പാസാക്കി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൗരത്വ നിയമം ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കരുത് നിലപാടെടുത്തു. അങ്ങനെ വന്നപ്പോൾ കേരളത്തിലെ പരമ്പരാഗതമായ രാഷ്ട്രീയ ബന്ധങ്ങളിൽ UDFന് അനുകൂലമായ, UDFന് സഹായകരമായ ഒരു തൂക്കമുണ്ടാക്കി കൊടുത്തത് മുസ്ലിം ന്യൂനപക്ഷത്തിന് മുസ്ലിം ലീഗ് വഴി അവർക്കുണ്ടാവുന്ന ബന്ധമായിരുന്നു. പക്ഷെ ആ മുസ്ലിം സമൂഹത്തിനകത്ത് വലിയൊരു വിഭാഗം, എല്ലാ ധാരകളും, അത് മുജാഹിദ് ധാരയായാലും സുന്നി ധാരകളിലെ വ്യത്യസ്ത വിഭാഗങ്ങളായാലും, ഈ വിഭാഗങ്ങളെല്ലാം ഇടതുപക്ഷത്തോടൊപ്പം ചേരാനും പിണറായി വിജയന് പിന്തുണ കൊടുക്കാനും തുടങ്ങിയതോടുകൂടിയാണ് ഇവിടെ മതപരമായ ഒരു വിഭജനം, അതിന്റെ ഭൗതിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. റൈറ്റ്. കാരശ്ശേരി പക്ഷേ ഇപ്പോൾ ഇതിനകത്തൊരു വസ്തുതയുണ്ട്. ഇപ്പോൾ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു വന്നതിലൊരു വസ്തുതയുണ്ട്. കാരണം കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിലായി പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ അത് ഇടതുമുന്നണിക്ക് അനുകൂലമായി ഒരു പരിധിവരെ പോകുന്നു എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സാഹചര്യം പൂർണ്ണമായി ഇല്ലാതാവേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ UDFന് വിജയിച്ചു വരാവുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം ഒരു 45-50 സീറ്റുകൾ വരെയെങ്കിലും കോൺഗ്രസിന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലാണ് UDFന് ഇവിടെ ജയിച്ചു വരാൻ കഴിയുക. അതായത് ഇപ്പോഴുള്ളതിൻ്റെ ഏതാണ്ട് ഇരട്ടി സീറ്റുകൾ ലഭ്യമാവുന്ന സ്ഥിതി കോൺഗ്രസിന് ഉണ്ടാവണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതായത് ന്യൂനപക്ഷ വിരുദ്ധരാണ് CPIM എന്ന നിലയ്ക്കുള്ള ഒരു നറേറ്റീവ് കൂടി ഉണ്ടായി വരേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തുമ്പോൾ അതിശക്തമായി തന്നെ CPIM ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തെ വിമർശിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ആ നിലയ്ക്ക് മുന്നോട്ട് വരുന്നു. അപ്പോൾ അത് മുസ്ലിം വിരുദ്ധമായ പരാമർശങ്ങളാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്ന് വേറൊരു ശ്രമം ഉണ്ടാവും. ആ ശ്രമം കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നതാണ്. അതിലവർ ഒരു പരിധിവരെ, മുമ്പൊന്നും വിജയിക്കാറില്ലായിരുന്നു, ഈ കാലത്ത് ഒരു പരിധിവരെ അവർ വിജയിച്ചു വരുന്നു എന്നുള്ള സാഹചര്യം കൂടിയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്വഭാവം? ഹർഷൻ, എൻ്റെ സുഹൃത്ത് KT കുഞ്ഞിക്കണ്ണൻ ഇത്ര ആവേശഭരിതനായിട്ട്
ജമായത്തിനെ എതിർക്കുന്നു. അത് കേൾക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്, എത്രയോ കാലം ജമായത്തെ ഇസ്ലാമി അവരുടെ കൂടെ ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1996 മുതൽ 2006 വരെ. ഇപ്പോൾ എങ്ങനെയാണ് മുസ്ലിം സമൂഹം സാമാന്യമായിട്ട് ഇടതുപക്ഷത്ത് നിന്ന് അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. അതിലിപ്പോൾ 1-2 ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം മുസ്ലിം ലീഗിനെ എതിർക്കുന്നു, മുസ്ലിങ്ങളെ എതിർക്കുന്നു, മലപ്പുറം ജില്ലയെ എതിർക്കുന്നു. അദ്ദേഹം പിണറായി വിജയൻ്റെ വലിയ സുഹൃത്താണ് എന്ന് മാത്രമല്ല, ഇവിടുത്തെ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം എന്തൊക്കെ അസംബന്ധവും അസത്യവുമാണ് പറയുന്നത്. ജവഹർലാൽ നെഹ്റു 5 വട്ടം നിസ്കരിക്കുന്ന മുസ്ലിമാണ് എന്ന് പറയാൻ യാതൊരു ലജ്ജയും ഇല്ലാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അന്ധവിശ്വാസത്തെപ്പറ്റി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞല്ലോ. ഇവിടുത്തെ 2018 സുപ്രീം കോടതി വിധി അനുസരിച്ച് യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ ആ വിധി എന്തായി? ആ വിധി എല്ലാവരും സ്വാഗതം ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ BJP കാലുമാറി, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് കാലുമാറി, 2 മാസം കഴിഞ്ഞപ്പോൾ CPM കാലുമാറി. ഇപ്പോൾ ആർക്കും ആ വിധി വേണ്ട. ഇപ്പോൾ എല്ലാവരും എന്താ പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത് ആചാര സംരക്ഷണമാണെന്നാണ്. അതിലിവരൊക്കെ അഭിപ്രായ ഐക്യമാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്ത് ഉദ്ദേശിച്ചിട്ടാണ് CPM ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്? എന്തുദ്ദേശിച്ചിട്ടാണ് ഇന്ത്യയിലെ ഒരേ ഒരു സന്യാസിയായ മുഖ്യമന്ത്രി UP യോഗി ആദിത്യനാഥിനെ അതിന് ക്ഷണിച്ചത്? അദ്ദേഹം വരാത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദേശം ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അവിടെ വായിച്ചത്? എന്ത് വകയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ഭക്തനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അടക്കമുള്ള ആളുകൾ അതിന് നേരെ മൗനം പാലിച്ചത്? കഴിഞ്ഞ കുറേ കാലങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന മുസ്ലിം വിരുദ്ധ, ക്രിസ്ത്യൻ വിരുദ്ധ പ്രസ്താവനകളുടെ നേരെ എന്തെങ്കിലും ഒരു പ്രതികരണം ഉയർത്താൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മടിക്കുന്നത്? AK ബാലൻ ആലോചിച്ച് നോക്കൂ, ഒരു MLA ജയിപ്പിക്കാനുള്ള വോട്ട് ഒരു മണ്ഡലത്തിലും ജമാഅത്തെ ഇസ്ലാമിക്കില്ല. 1000-ഓളം പഞ്ചായത്തുണ്ട് കേരളത്തിൽ. ഒരു പഞ്ചായത്ത് പോലും ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ ഭരിക്കുന്നില്ല. അവർക്കാകെ പറ്റുന്ന എന്താ? മലബാറിൽ ചില സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഞങ്ങളുടെ മുക്കം മുനിസിപ്പാലിറ്റി, കാരശ്ശേരി പഞ്ചായത്ത്, അല്ലെങ്കിൽ കുറ്റ്യാടി, അല്ലെങ്കിൽ വേളം, അവിടെയൊക്കെ ചില മെമ്പർമാരെ ജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ പറ്റും. വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ ഇത് പറഞ്ഞ് പെരുപ്പിക്കുന്ന ഒരു പണി പ്രധാനമായി എടുക്കുന്നത് CPM ആണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയണം എന്നൊരു നിലപാടുള്ള ആളാണ് ഞാൻ. അവർ നയം മാറ്റി എന്ന് അവരല്ല പറയുന്നത്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് പറയുന്നത്. അത് ശരിക്കും ചിരിക്ക് വക നൽകുന്ന ഒന്നാണ്. അവർ പറയേണ്ടത് ഷൂറ അംഗമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പുതിയൊരു വാക്ക് പറയുന്നു, ഇസ്ലാമിക് റിപ്പബ്ലിക്. അതിൻ്റെ കച്ചവടപ്പം നമ്മൾ ഇറാനിൽ കാണുന്നതാണ്. റിപ്പബ്ലിക്കുമായിട്ട് അതിനൊരു ബന്ധമില്ല. അവിടെ മുഴുവൻ മുല്ല ഭരണമാണ്, പൗരോഹിത്യ ഭരണമാണ്. അത് അടിസ്ഥാനപരമായി സ്ത്രീവിരുദ്ധമാണ്. അപ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ദിനപത്രമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയയുടെ സൗജന്യം, സൗകര്യം, സഹായം സ്വീകരിച്ചതിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്കത് ചിരിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് KT കുഞ്ഞിക്കണ്ണനും P ജയരാജനൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ട് പുസ്തകം എഴുതുന്ന കാലമാണ്. നല്ല കാര്യം. അപ്പോൾ സംഘപരിവാറിനെ അകറ്റി നിർത്തുന്ന ഒരു പണി ഇപ്പോൾ CPM ചെയ്യുന്നുണ്ടോ എന്ന് അവരൊരു പുനരാലോചന നടത്തണം. കാരണം ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് നായർ ഈഴവ സൗഹൃദത്തിന് വേദി ഒരുക്കാനാണ് എന്നുള്ളതിനെപ്പറ്റി ആർക്കും സംശയമില്ല. NSSൻ്റെ നേതാവ് സുകുമാരൻ നായർ വഴിമാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ഹിന്ദു ഏകീകരണത്തിന് ഉള്ള വേദി ഒരുക്കുന്ന പണി CPM എടുക്കുമ്പോൾ, BJPക്കും CPMിനടുക്ക് പാലമായി വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ വേറെ ഭാഗത്തേക്ക് പോകും. അത് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രതിപ്രവർത്തനമാണ്, അവരുടെ ആക്ഷൻ്റെ റിയാക്ഷൻ മാത്രമാണ്.
ഡോക്ടർ ജി വി ഹരി ഉള്ളതിൽ കൂടുതൽ പറഞ്ഞ് ജമായത്തിന്റെ ശക്തി പെരുപ്പിച്ച് കാണിക്കുന്ന ഒരബദ്ധം CPM ചെയ്യുന്നുണ്ട്. റൈറ്റ് ഡോക്ടർ ജി വി ഹരി, ഇപ്പോൾ 10 വർഷം മുമ്പുള്ള കാലത്തേക്ക് പോകാൻ പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താണെന്നറിയാവോ? ഭരണഘടനയോട് കൂറില്ലാത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് നമ്മൾ പോയി നിൽക്കുക. കാരണം 10 വർഷം മുമ്പുള്ള സർക്കാർ പറഞ്ഞിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഭരണഘടനയോട് കൂറില്ല എന്നാണ്. 10 വർഷത്തിനിപ്പുറം ഭരണഘടനയോട് കൂറുള്ള മതരാഷ്ട്രവാദം ഉപേക്ഷിച്ച ഒരു തങ്കപ്പെട്ട സംഘടനയായി ജമാഅത്തെ ഇസ്ലാമിയെ അവതരിപ്പിക്കുകയാണ് VD സതീശൻ. അത് സമ്പൂർണ്ണമായി ഇപ്പം കാരശ്ശേരി മാഷി ഒരു കോൺഗ്രസ് സഹയാത്രികൻ തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം അടക്കം വളരെ കൃത്യമായി അദ്ദേഹം ഈ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവോ തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ ആഗ്രഹിക്കുന്ന ആൾ തന്നെയായിരിക്കും. പക്ഷേ അദ്ദേഹം അടക്കം പറയുന്ന ഒരു കാര്യം എന്താണ്? നിങ്ങൾ ഈ പറയുന്ന കാര്യം ശരിയല്ല, അങ്ങനെ ഒരു വലിയ വിസിബിലിറ്റി കൊടുക്കുകയോ ആ രീതിയിൽ അവർക്ക് എല്ലാ അർത്ഥത്തിലും അവർ പരിശുദ്ധരാണ് എന്ന് അവതരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം കൂടി പറയുകയാണ്. അത് കേൾക്കാൻ VD സതീശൻ തയ്യാറാവുന്നില്ല. അതും ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് താല്പര്യം. അവിടെ ഏത് വർഗീയ സംഘടനകളുടെയും വോട്ട് വേണ്ടതില്ല എന്നുള്ള ഒരു സമീപനമല്ല സ്വീകരിക്കുന്നത്. എങ്ങനെയും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നതല്ലേ വസ്തുത? ഹർഷൻ, ഞാൻ 2-3 കാര്യങ്ങൾ ഉദാഹരണം പറയാം. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ 10 കൊല്ലം മുമ്പ് നമ്മൾക്കറിയാമല്ലോ, സംഘടനകൾ കാലങ്ങൾ കഴിയും തോറും പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടേയിരിക്കും. ഒരു സംശയമില്ല കാര്യത്തിനകത്ത്. ഇവിടെ ഞാൻ മറുപടി പറയേണ്ട കാര്യങ്ങളാണ് ഇവിടെ കാരശ്ശേരി ശ്രീ KT കുഞ്ഞിക്കണ്ണന് മറുപടി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാരശ്ശേരി മാഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഞങ്ങളെ വിമർശിക്കാൻ എന്ത് അർഹതയാണ് ഇവർക്കുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവരുടെ എല്ലാ സഹായവും ഈ വെൽഫെയർ പാർട്ടിയുടെ അടക്കം സഹായം സ്വീകരിച്ച ആളുകളാണ് CPM എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ RSSനെ കുറിച്ച് പറയുന്നു. നോക്കൂ, ഇന്ത്യയിൽ ഇപ്പോഴും RSSനെ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ബജറ്റ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ PM ശ്രീ പോലുള്ള പദ്ധതികൾ ഇവിടെ കൊണ്ട് ആരും അറിയാതെ ഒപ്പിട്ട് ഈ പറയുന്ന RSSന്റെ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറയാൻ മുന്നോട്ട് വരുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരത്തെ ഒപ്പിട്ട് കേട്ടോ. അത് നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് ഞാൻ ഓർമ്മിപ്പിച്ചും പോകും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും PM ശ്രീ ഒപ്പിട്ടിട്ടുണ്ട്. ആദ്യം അത് അംഗീകരിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് പറഞ്ഞിട്ടുണ്ട്. അത് അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, അതിൻ്റെ അന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന് മറുപടി ഞങ്ങൾ പലവട്ടം പല ചർച്ചകൾ ആ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, എൻ്റെ കയ്യിൽ ഈ മാസത്തെ പ്രബോധനം വാരിക ഇരിപ്പുണ്ട്. ഈ പ്രബോധനം വാരികയിൽ ഡോക്ടർ ഷഫീർ റഹ്മാൻ്റെ ഒരു കവർ സ്റ്റോറി ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിവിടെ പറയാം. പൗരന്മാരെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ജമാഅത്തിയുടെ ബംഗ്ലാദേശിൻ്റെ അമീറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ 4-5 പേജുള്ള ഒരു ഇൻ്റർവ്യൂ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഇന്നിപ്പോൾ ശ്രീ VD സതീശൻ പറഞ്ഞതുപോലെ കുറേയേറെ മാറ്റങ്ങൾ ഈ കാര്യത്തിൽ അവരുടെ സമീപനത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പൗരന്മാരെ വിഭജിക്കുന്ന തരത്തിൽ മെജോറിറ്റി അല്ലെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതിനോട് ആ രാഷ്ട്രീയത്തോട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ജമാഅത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുന്ന ഒരു ഈ മാസത്തിലുണ്ട്. കഴിഞ്ഞ മാസത്തെ പ്രബോധനം ഒന്ന് വായിച്ചു നോക്കിയാൽ CPMനെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള കവർ സ്റ്റോറിയാണ്. അവരുടെ സമീപനങ്ങളിൽ അവരെടുക്കുന്ന ഈ പറയുന്ന പോലെ മതത്തെ അല്ലെങ്കിൽ മതം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ ജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമങ്ങളെ കാണിച്ചുകൊണ്ടുള്ള ഒരു കവർ സ്റ്റോറിയാണ് കഴിഞ്ഞ മാസത്തെ പ്രബോധനത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ശ്രീ KTയെ പോലുള്ള ആളുകളെ പ്രകോപിപ്പിക്കും, ഒരു സംശയമില്ല. CPMനെ പ്രകോപിപ്പിക്കും. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആ സമീപനം സ്വീകരിക്കാത്തത് കൊണ്ട്, ആളുകളെ ഇത്തരത്തിൽ വിഭജിക്കാത്തത് കൊണ്ട്, ആളുകളെ ഇതിൻ്റെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങളെ അവർ സപ്പോർട്ട് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാൻ സാധിക്കുമോ? ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാൻ സാധിക്കില്ല. അപ്പം ഞങ്ങളെടുക്കുന്ന സമീപനത്തിനകത്തൊരു മതേതര സ്വഭാവം ഉണ്ട് എന്ന് എല്ലാ മതസംഘടനകൾക്കും തോന്നുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് തെറ്റില്ല. ഇപ്പോൾ CPM നേരത്തെ ഇവിടെ കാരശ്ശേരി മാഷ് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞ വളരെ കൃത്യമാണ്. ഇവരോടൊപ്പം ആരാണുള്ളത്? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ മകൻ എന്ന് പറയുന്നത് ഈ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയായി കേരളത്തിൽ പ്രവർത്തിക്കുന്നയാളാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, RSSന്റെയും BJPയുടെയും അത്തരത്തിലുള്ള ആശയങ്ങൾ ഇവിടെ നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത് CPMവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ ശരിയാണ്. പക്ഷേ ഇതിപ്പോ വെള്ളാപ്പള്ളി നടേശനെതിരായ വിമർശനങ്ങളിൽ പുതിയ സമീപനം എന്താണ് എന്നുള്ളത്, കാരണം ഇന്നിപ്പോ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് പിതൃതുല്യനാണ് എന്നാണ്.
ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഞാൻ വീണ്ടും പറയുന്നു, പ്രതിപക്ഷ നേതാവ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യത്തെക്കുറിച്ച്, ഇപ്പൊ അങ്ങ് ചോദിച്ച രണ്ടാമത് ചോദ്യമാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞ ചോദ്യത്തിന് ഇന്ന് ഈ തവണത്തെ ഞാൻ പറഞ്ഞ കാരശ്ശേരി മാഷിന്റെ കയ്യിൽ ഇതുണ്ടാവും, ഈ പ്രബോധനം ഈ മാസത്തെ ഉണ്ടാവും. ഈ പ്രബോധനത്തിനകത്ത് കൃത്യമായിട്ട് തന്നെ ഡോക്ടർ ഷഫീഖുർ റഹ്മാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ഈ നിമിഷം കാരശ്ശേരി മാഷ് ഖണ്ഡിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ആരാണ് ഈ ഷഫീഖുർ റഹ്മാൻ? ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണ്. ഈ പരിവർത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിലപാടുകൾ മാറ്റം വരുന്ന നേതാവാണ്. അദ്ദേഹം വളരെ കൃത്യമായി കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞതാണ് ഈ, അതായത് വേശ്യാവൃത്തിയുടെ മറ്റൊരു രൂപമാണ് സ്ത്രീകൾ ജോലിക്ക് പോകുന്നതെന്ന് പറഞ്ഞ ആളാണ് ഈ ഷഫീഖുർ റഹ്മാൻ. അത് വിവാദമായപ്പോൾ തൊട്ടടുത്ത് അദ്ദേഹം തിരുത്തി, അല്ല സ്ത്രീകൾ വളരെ ശാക്തീകരിക്കപ്പെടണം, പുറത്തേക്ക് വരണമെന്ന്. അപ്പൊ ഇങ്ങനെ ഒരു നേതാവ് നമ്മൾ എത്ര ഇവരെ എല്ലാവരും വല്ലാതെ അങ്ങ് മഹത്വവൽക്കരിക്കരുത്. മാത്രമല്ല ബംഗ്ലാദേശിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം, എന്തായിരുന്നു ബംഗ്ലാദേശിലെ നമുക്കറിയാം. ഞാൻ അങ്ങനെ അങ്ങ് പറയരുത് ഹർഷൻ, ഞാൻ പറയട്ടെ, ഞാനിവിടെ മഹത്വവൽക്കരിക്കുകയല്ല ചെയ്തത്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്ത് അടിസ്ഥാനത്തിലാണ് ശ്രീ വി ഡി സതീശൻ ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനും വായിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സമീപനങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം, അതിന്റെ ക്രക്സാണ് ഞാൻ പറഞ്ഞത്. ആ ലേഖനത്തിന്റെ ക്രക്സാണ് പൗരന്മാരെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശിന്റെ അമീർ പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു മാറ്റത്തിലേക്ക് എത്തിയിരിക്കുന്നു അവർ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ല. അല്ലാതെ ശ്രീ റഹ്മാനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ ഞാനിത് വായിക്കുകയും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ, ഇത് മാത്രമല്ല ഇത് പറയുമ്പോൾ നമ്മളിവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ആരുമായിട്ടാണ് സഹകരിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ സഹകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ കേരളത്തിലെ ഘടകവുമായിട്ടാണ്. ആ ഘടകത്തിന്റെ ഷൂറ കൗൺസിൽ അംഗമാണ് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അദ്ദേഹം പറയുന്നുണ്ട് ജനാധിപത്യം ശിർക്കാണ്, മതനിരപേക്ഷത ശിർക്കാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എന്നല്ല, ഈ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ, അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു സത്യവിശ്വാസിക്ക് സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. ആ പ്യൂരിറ്റനിസത്തിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. ബാക്കിയുള്ള അല്ലാതെ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും, അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരു ജനാധിപത്യ പാർട്ടിയായി പ്രവർത്തിക്കുന്ന ലീഗ് പോലും അതിൽ പെടുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ പറയുന്ന നേതാക്കന്മാരുള്ള, അങ്ങനെ പറയുന്ന ഒരു ഷൂറ കൗൺസിലുള്ള ഒരു സംവിധാനവുമായി സഹകരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അല്ല, ഇവിടെ നോക്കൂ, ഞങ്ങൾ സഹകരിക്കുമ്പോൾ ഞങ്ങൾ സഹകരിക്കുന്നത് ഞങ്ങളുടെ സഖ്യകക്ഷിയായിട്ടൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവരാരും ഞങ്ങളുടെ UDFന്റെ ഭാഗമായിട്ടുള്ള ആളുകളല്ല. ഞാൻ നേരത്തെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആശയം, കാരശ്ശേരി മാഷ് ഒരിക്കലും പറയില്ലോ കോൺഗ്രസ് വർഗീയമായിട്ടുള്ള ആശയമാണ് മുന്നോട്ട് വെക്കുന്നതെന്ന്. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ മതേതര സ്വഭാവം നിലനിൽക്കണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാർ പറയുന്നത്. ഇപ്പം ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞങ്ങളുടെ ഘടകകക്ഷിയായിട്ടുള്ള ലീഗ് ആയിക്കോട്ടെ, മറ്റ് കേരള കോൺഗ്രസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മതേതരത്വ സ്വഭാവം ഒന്നാമത്തെ കാര്യം. 2, കേരളത്തിന്റെ പ്രധാനപ്പെട്ട വികസനം. അതോടൊപ്പം തന്നെ കേരളം ഇതുവരെ ആർജിച്ചു വന്നിട്ടുള്ള, അതായത് ശ്രീ KT പറഞ്ഞിട്ടുള്ള പോലുള്ള ആ കാര്യങ്ങളല്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ ആ ആശയവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾ ഞങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം കൊള്ളാം, ഞങ്ങളുടെ ആശയം നല്ലതാണ് എന്നവർക്ക് തോന്നി ഞങ്ങളെ സഹായിക്കാൻ വന്നാൽ വേണ്ടാന്ന് പറയേണ്ട കാര്യമുണ്ടോ ഹർഷൻ? അതല്ലാതെ ഞങ്ങൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ BDJS എന്ന് പറയുന്ന സഖ്യകക്ഷിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളല്ല ഞങ്ങൾ BJPയുമായി അല്ലെങ്കിൽ RSSന്റെ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമായി സഹകരിക്കുന്ന ആളുകളല്ല ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെയാണ്. അതുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ആശയം കൊള്ളാം, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, ഞങ്ങൾ നിങ്ങളോട് പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ വേണ്ടാന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയാൻ കഴിയില്ല. അത് മാത്രമേ പ്രതിപക്ഷ നേതാവും സൂചിപ്പിച്ചിട്ടുള്ളൂ. അത് മാത്രമല്ല, അത് മാത്രമാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അതാണ് പ്രശ്നം. അത് മാത്രമാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അത് മാത്രമാണെങ്കിൽ ഇന്നുമായിട്ട് നമ്മളിങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുക പോലും ഇല്ല. അദ്ദേഹം പറയുന്നത് മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ താങ്കളടക്കം ഷഫീഖുർ റഹ്മാനെ ഷഫീഖുർ റഹ്മാൻ വരെ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് പ്രശ്നം. ഞാൻ തിരിച്ചു വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇതാണ് ഷഫീഖുർ റഹ്മാൻ അടക്കം, അല്ല അതാ തീർച്ചയായും ഷഫീഖുർ റഹ്മാൻ അടക്കം ആ മട്ടിൽ മാനസാന്തരം വന്ന നേതാവാണ് എന്ന് തോന്നിക്കത്തക്ക തരത്തിൽ, കോൺഗ്രസ് നേതൃത്വത്തിന് തോന്നിക്കത്തക്ക തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ആ നിലയ്ക്ക് ഐക്യപ്പെട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇനിയിപ്പോൾ നിങ്ങൾ അറിയാത്തത് വല്ലതുമാണോ? ആ മട്ടിലുള്ള ഒരു പരിവർത്തനം സംഭവിച്ചിട്ടുണ്ടാവാനും സാധ്യതയില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ ഞാൻ തിരിച്ചു വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്കാണ്. ഓക്കെ.
ശരി ശരി ശരി. അല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പരിവർത്തനവും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ മൗദൂദിയൻ പൊസിഷനിൽ തന്നെയാണ്. മൗദൂദിസമാണ് ഞങ്ങളുടെ ദർശനം. ദീൻ രാഷ്ട്രം തന്നെയാണ്. ഇസ്ലാമിൻ്റെ 5 നേരത്തെ ആരാധന എന്ന് പറഞ്ഞാൽ 5 നിസ്കാരങ്ങൾ ഉൾപ്പെടെ അതൊക്കെ തന്നെ ഫലമാകണമെങ്കിൽ, അത് സത്യസാക്ഷാത്കാരത്തിൻ്റെ റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ മാത്രമേ സാധ്യമാകൂ എന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇവിടെ നിന്ന് പച്ച മലയാളത്തിൽ ഏറനാടൻ ഭാഷയിൽ നിരന്തരമായി പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ഹരി അതൊന്നും കേൾക്കാതെ, ഹരി കേൾക്കുന്നത് ഈ പ്രബോധനത്തിന് അഭിമുഖമാണ്. ആരാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശി ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവെന്നറിയോ? ഗുലാം അസാമിൻ്റെ ശ്രീമതി ഇന്ദിരാഗാന്ധിയെ ഭീകരമായി ആക്ഷേപിക്കുകയും ശാന്തി വാഹിനിയിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരെ അണിനിരത്തി സായുധവൽക്കരിച്ച് അവിടെ ബംഗ്ലാദേശി വിമോചന പ്രസ്ഥാനത്തെ കൂട്ടക്കൊലകളിലൂടെ ആക്രമണങ്ങളുടെ നേരിട്ട ഭീകര പ്രസ്ഥാനത്തിന്റെ തുടർച്ചക്കാരനാണ് നിങ്ങൾ. ഈ പ്രബോധനം വാരികയിൽ കവർ സ്റ്റോറിയായി വന്ന ആ അഭിമുഖത്തിന്റെ ഈ അമീറുണ്ടല്ലോ, അദ്ദേഹം അമീറിനെയൊക്കെ ഇങ്ങനെ ആദർശവൽക്കരിച്ച് നെഹ്റുവിന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ചതുപോലെ ഇദ്ദേഹത്തിന്റെ ആ അഭിമുഖമൊക്കെ വായിച്ചിട്ട് ഇത്തരം ചർച്ചകൾ ഉദ്ധരിക്കുന്നത് നാണക്കേടാണ്. മിസ്റ്റർ ഹരി, താങ്കൾ കോൺഗ്രസിലെ വായിക്കുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ കുറെ കൂടി റെഫറൻസോട് കൂടി ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നതാണ്. വളരെ ഗതികേടാണ്. കേശരിയും അതേപോലെ തന്നെ ഈ പ്രബോധനമൊക്കെ വായിച്ച് അതിൻ്റെ ഒരു റെഫറൻസാണ് നമ്മുടെ ചർച്ചയുടെ അവലംബമെങ്കിൽ അതൊക്കെ വായിക്കണം. അതൊക്കെ നമ്മൾ ക്രിട്ടിക്കലാവണം. മതനിരപേക്ഷവാദികൾ അങ്ങനെ ക്രിട്ടിക്കലാവുന്നതിന് പകരം ഇവർ പറയുന്നതൊക്കെ ശരി. എല്ലാ ഫാസിസ്റ്റുകൾക്കും, എല്ലാ മതരാഷ്ട്രവാദികൾക്കും, എല്ലാ വർഗീയവാദികൾക്കും ഇരട്ട നാവുണ്ടെന്ന കാര്യം അരിയെപ്പോലുള്ള സുഹൃത്തുക്കൾ മറന്നുപോകാൻ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതനിരപേക്ഷമായ ഒരു പ്രത്യയശാസ്ത്രം വിട്ട് അധികാരത്തിന് വേണ്ടി ആരുമായി കൂട്ടുചേരാമെന്ന അവസ്ഥ കോൺഗ്രസിനെ പോലുള്ള ഒരു പാർട്ടിയെ ചരിത്രത്തിൽ വീണ്ടും ആത്മഹത്യാപരമായ അവസ്ഥയിലേക്ക് എത്തിക്കും. 1983 ഇന്ദിരാഗാന്ധിയോട് കുൽദീപ് നയ്യർ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഈ ബിന്ദർവാലയ്ക്ക് ഡൽഹിയിൽ വിരുന്ന് നൽകിയത്? നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഈ മതരാഷ്ട്രവാദിയെ, ഈ തിയോക്രാറ്റിക് സന്യാസിയെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നത് എന്ന് ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി സംബന്ധിച്ചിടത്തോളം കുൽദീപ് നയ്യർ വളരെ ബഹുമാനീയനാണ്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, അദ്ദേഹം വളരെ സാത്വികനായ ഒരു സന്യാസി മാത്രമാണെന്നാണ്. ആ സന്യാസിയുടെ അനുയായികളാണ് മിസ്റ്റർ ഹരി ഇന്ദിരാഗാന്ധിയുടെ ജീവിതം അവസാനിപ്പിച്ചത്. ഇത്തരം മതരാഷ്ട്രവാദികളുമായിട്ടുള്ള ബാന്ധവം വലിയ തിരിച്ചടികൾ, വലിയ ദുരനുഭവങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയണം. നിങ്ങൾക്ക് ഇപ്പോൾ ഉദ്ധരിക്കുന്നുണ്ടല്ലോ മുക്തിവാഹിനിക്കെതിരെ എന്താ അത് അല്ല കേറ്റി എന്ന് പറയുമ്പോ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് കേറ്റിക്ക് എങ്ങനെ പറയാൻ കഴിയുന്നുള്ളതാണ്. ഞാൻ കേട്ടു. അല്ല, ഞാൻ പറഞ്ഞത് കേറ്റിക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു? കാരണം ഏറ്റവും കൂടുതൽ ഈ മത തീവ്രവാദ സംഘടനകളുമായി കൈകോർത്ത് പ്രവർത്തിച്ചത് CPM ആണ്. കേട്ടി, ഞാൻ പറയേണ്ട കാര്യം ഏതില്ല. CPM ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദ സംഘടനയല്ല. ജമാഅത്ത് ഇസ്ലാമി വളരെ സ്വീകാര്യമായ ഒരു സംഘടനയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇനി ഹരി പറയുന്നത് പോലെ, സതീശൻ പറയുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപയോഗിക്കും. 40 വട്ടം പത്രങ്ങളെ കാണുന്നവരാണ്, അവർ മീഡിയയെ കാണുന്നവരാണ്. അവർ പറയട്ടെ, ഞങ്ങൾ ഇതാ മതരാഷ്ട്രം, സതീശൻ പറഞ്ഞതാണ് ശരി, ഈ മിസ്റ്റർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞതല്ല, ഞങ്ങളുടെ ഷൂറ അംഗത്തെ ഞങ്ങൾ തള്ളുന്നു, ഞങ്ങളുടെ പുതിയ ഷൂറ അംഗം VD സതീശനാണെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രതിനിധികൾ പറയട്ടെ. ജമാഅത്ത് ഇസ്ലാമിയുടെ പുതിയ കേരളത്തിലെ അമീർ ഉണ്ടല്ലോ, അദ്ദേഹം പറയട്ടെ. ഈ അമീർ എന്ന പ്രയോഗം തന്നെയാണ് ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആള് അമീറാണെന്നൊക്കെ പറയാൻ എങ്ങനെയാ കഴിയുക? മറ്റേതെങ്കിലും മതധാരകൾ, ഇസ്ലാമിനകത്തെ മറ്റേതെങ്കിലും ധാരകൾ ഈ അമീർ എന്ന പദപ്രയോഗം അംഗീകരിക്കുമോ? അമീറാണ്. ഈ അമീർമാരാരാണ്? വളരെ ഫ്യൂഡൽ രാജാധിപത്യപരമായ ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധാനമാണത്. അത്തരത്തിലുള്ള രാജാധികാരത്തിൻ്റെതായ ഒരു വ്യവസ്ഥയെ പുനരാനയിക്കുന്നതിനെയാണ് ഇവിടെ എന്തു പറയുന്നത്? അവരുടെ മതരാഷ്ട്രവാദം പറയുന്നത്, അവരുടെ ഹുക്കുമത്തെ ഹിലാഹി ലക്ഷ്യം വെക്കുന്നത് ദൈവത്തിന്റെ പേരിൽ ആരാണ്? ഈ പുരോഹിത അമീർ വർഗം ഭരിക്കുന്നതിനെയാണ് അവർ ഇസ്ലാമിന്റെ ഭരണമായിട്ട് പറയുന്നത്. ലോകത്ത് ഒരിടത്തും ദൈവം ഭരിക്കാനൊന്നും വരുന്നില്ല, ദൈവത്തിന്റെ വ്യവസ്ഥയെന്ന് പറഞ്ഞ് ഇവർ ഭരിക്കും. അതാണ് നമ്മൾ ഇറാനിലൊക്കെ കണ്ടതാണ്. ഡോക്ടർ മുഹമ്മദ് മുഹാദിക്കിന്റെ ഗവൺമെന്റിനെ അട്ടിമറിച്ചതിന് ശേഷം അവിടെ രാജാധികാരത്തെ തിരിച്ചു കൊണ്ടുവരാനാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ബ്രദർഹുഡ് ശ്രമിച്ചത്. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിലെ അനുഭവങ്ങളാണ്. അതുകൊണ്ട്
കാരശ്ശേരി മാഷിക്ക് ഞാൻ മറുപടി പറയുന്നില്ല. കാരണം കാരശ്ശേരി മാഷി കാര്യങ്ങൾ അറിയാത്ത ആളല്ല. അദ്ദേഹം വെറുതെ കോൺഗ്രസിന്റെ വക്കാലത്ത് ഏറ്റെടുക്കുകയാണ്. എന്തായാലും ഹർഷൻ അദ്ദേഹത്തെ ക്ഷണിച്ചത് ഒരു സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലക്കെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു സഹയാത്രികൻ എന്ന നിലക്കല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ കുറെ കൂടി വസ്തുതാപരമായി നിലപാട് സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്തുകൊണ്ടാണ്? CPM ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ സ്വീകരിച്ചിട്ടുള്ള കാര്യം ഞങ്ങളാരും മറച്ചു വെക്കുന്നില്ല. പക്ഷെ CPM ഒരിക്കലും എന്താണ്, ജമാഅത്ത് ഇസ്ലാമി അതിന്റെ മതരാഷ്ട്രം ഉപേക്ഷിച്ചു, ജമാഅത്ത് ഇസ്ലാമി മാതൃകാപരമായ ഒരു മുസ്ലിം സംഘടനയാണ് എന്നൊരു നിലപാടേ ഞങ്ങൾ സ്വീകരിച്ചില്ല. ഞങ്ങളുടെ നിലപാട് എക്കാലത്തും ജമാഅത്ത് ഇസ്ലാമി യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ചരിത്രമോ പ്രബോധകന്റെ ലക്ഷ്യങ്ങളോ ആയി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമേ അല്ല. അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അത് സമീർ അമീനും ഹൈജാസ് അഹമ്മദും ഒക്കെ വിശദീകരിച്ചിട്ടുള്ളതുപോലെ തന്നെ അത് കൃത്യമായിട്ട് എന്താണ്, സാമ്രാജ്യത്വ പ്രോക്തമായ ഒരു പ്രസ്ഥാനമാണ്. RSS പോലെ തന്നെ സാമ്രാജ്യത്വ പ്രോക്തമായ ഒരു പ്രസ്ഥാനമാണ്. റൈറ്റ്, തീർച്ചയായും. ഇതിൽ ഈ ബംഗ്ലാദേശിനെ കൊണ്ടുവന്നത് കൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ പ്രബോധനത്തിലൊരു അഭിമുഖം വരുന്നുണ്ടാവാം. പക്ഷേ അവിടെ തന്നെ ബംഗ്ലാദേശിന്റെ അസിസ്റ്റന്റ് അമീർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഇവിടെ മനുഷ്യനിർമ്മിതമായ സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു ഇസ്ലാമിക ക്രമത്തിലായിരിക്കണം ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്ന് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം കൂടിയാണ് ബംഗ്ലാദേശിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. കാരശ്ശേരി ഭാഷ, ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം സ്പെക്ട്രത്തിനകത്ത് ലിബറലുകളും ചിലപ്പോൾ യാഥാസ്ഥിതികരും ഒക്കെ ഉണ്ടാകാമല്ലോ. ഇപ്പം ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഘടനയാണ്. അതിനകത്ത് ഇപ്പോൾ ലിബറലുകൾ ഉണ്ടാകാം, കുറച്ചുകൂടി യാഥാസ്ഥിതിക സ്വഭാവമുള്ളവരുണ്ടാകാം. അതിൽ തന്നെ ഈ പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെയും GIOക്കാരെയും ഒക്കെ ഈ യാഥാസ്ഥിതിക പക്ഷത്തേക്ക് നമ്മളങ്ങ് മാറ്റി നിർത്തിയാൽ തൽക്കാലം ഈ പ്രശ്നം തീരില്ലേ? അത് ആ നിലയ്ക്ക് അവർക്കുള്ളിൽ ആന്തരികമായി ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലേ? ഹർഷൻ, എനിക്ക് ആദ്യം താങ്കളുടെ ഒരു തെറ്റിദ്ധാരണ തിരുത്തേണ്ടതുണ്ട്. താങ്കൾ എന്ത് ആവശ്യത്തിനാണ് എനിക്ക് മനസ്സിലായില്ല. നേരത്തെ പറഞ്ഞു കോൺഗ്രസ് സഹയാത്രികനായ കാരശ്ശേരി. ഞാൻ ഒരിക്കലും കോൺഗ്രസിന് സഹയാത്രികനല്ല. അത് കോൺഗ്രസ്സുകാർക്ക് അറിയാം. അതുകൊണ്ട് താങ്കൾ ദയവായിട്ട് ആ ധാരണ തിരുത്തുക. വേറൊരു കാര്യം, അതായത് അധ്യാപക സംഘടനയുടെ കഥ പറഞ്ഞിട്ടാണ് അത് ആവർത്തിക്കപ്പെടാറുള്ളത്. അപ്പൊ ഞാനിത് പറഞ്ഞു പോകുമ്പോഴും പലരും എന്നെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഞാൻ പറയാം. ഞാൻ 8 കൊല്ലം ഗവൺമെന്റ് കോളേജിൽ പ്രവർത്തിക്കുമ്പോൾ മാർക്സിസ്റ്റ് അധ്യാപക യൂണിയനിലെ മെമ്പറായിരുന്നു. കോടഞ്ചേരി കോളേജിൽ ഞാൻ അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അത് അധ്യാപക സംഘടന. ഞാൻ 26 കൊല്ലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു. അവിടെ 22 കൊല്ലം ഞാൻ അവിടുത്തെ നോൺ മാർക്സിസ്റ്റ് യൂണിയനിൽ മെമ്പറായിരുന്നു. ഞാൻ ഇതിനപ്പുറത്ത് AKGCTയിലാണ്, അല്ലാതെ കുട്ടയിലല്ല. അതൊക്കെ പോട്ടെ. അതൊക്കെ ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് 15 കൊല്ലായിന്നേ. ഞാനിപ്പോ രാഷ്ട്രീയ കാര്യങ്ങളെ പറ്റി എന്നെ കൊണ്ടാവുമ്പോൾ പ്രസംഗിക്കുക, എഴുതുക, ചർച്ചയിൽ പങ്കെടുക്കുകയൊക്കെ സഹയാത്രികനാണ് എന്ന് വിചാരിക്കുന്നത് എനിക്ക് ഇല്ല. ഞാൻ ഇനി അങ്ങനെ വിചാരിക്കില്ല. അല്ല, നിങ്ങൾ എന്നെ ക്ഷണിച്ചത് സഹയാത്രികനായതുകൊണ്ടല്ലോ. കോൺഗ്രസിന്റെ വകയിൽ ഇപ്പോ ശ്രീ ഹരിയെ വിളിച്ചിട്ടുണ്ടല്ലോ. ഒരിക്കലും ഞാൻ താങ്കളെ അവതരിപ്പിച്ചതും അങ്ങനെയല്ലല്ലോ. ഞാൻ അവതരിപ്പിച്ചതും അങ്ങനെയല്ല. താങ്കൾ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ മിണ്ടാതിരുന്നാൽ, അല്ല, താങ്കൾ ഇത് പറയുമ്പോ ഞാൻ മിണ്ടാതിരുന്നാൽ ശ്രോതാക്കൾ വിചാരിക്കുന്ന അങ്ങനെയാണ് പറഞ്ഞാൽ പറ്റും. അത് പോട്ടെ. അതൊരു കുറവായി കാണരുതാ പറയാ. ചോദ്യം അല്ല, അസത്യമാണത്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അത് ഞാൻ കോൺഗ്രസ് സഹയാത്രികനല്ല. ഞാനൊരു കോൺഗ്രസ്സുകാരന്റെ മകനായി ജനിച്ചു വളർന്നതാണ്. കോൺഗ്രസിന്റെ പത്രമായിരുന്നപ്പോൾ മാതൃഭൂമിയിൽ സബ് എഡിറ്റർ ആയിരുന്ന ആളാണ്. നോൺ മാർക്സിസ്റ്റ് യൂണിയൻ, ഞങ്ങളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കുട്ട എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും CPIക്കാരും BJPക്കാരും ഒക്കെ ഉള്ള ഒരു അസോസിയേഷനാണ്. അതിനൊരു സാധാരണ മെമ്പറായി അവിടെ ചെറിയ റേഞ്ച് ഇഷ്യൂ ഉണ്ട് കേട്ടോ. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അത് കട്ടായി പോയി. അത് ഇപ്പോൾ കട്ടാകാൻ പാടില്ലാത്ത ഒരു സമയത്തായിരുന്നു അത് കട്ടായി പോയതും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ടെലിഫോണിലായാലും അദ്ദേഹത്തെ കിട്ടാനായിട്ട് ഞാൻ ശ്രമിക്കും. അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെ കരുതാം നമുക്ക് ചർച്ചയിലേക്ക്. അവിടെ റേഞ്ചിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അദ്ദേഹം ഉണ്ട്, തുടരുന്നുണ്ട്. മാഷെ തുടർന്നോളൂ. അതായത് ഇപ്പോ ഹർഷൻ ചോദിച്ചത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ജമാഅത്തെ ഇസ്ലാമിയിലെ ഒരു യാഥാസ്ഥിതികമായ പിന്തിരിപ്പനായ ഒരു ഗ്രൂപ്പിന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. അതിനകത്ത് മറ്റു ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൂടെ? അങ്ങനെ ഇല്ല. ഞാൻ വളരെ എന്നെ കൊണ്ടാകും പോലെ വളരെ കൃത്യമായി പിന്തുടരുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. കാരണം
കുട്ടിക്കാലം തൊട്ട് തന്നെ അതിന്റെ ആപത്ത് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. എന്താ വെച്ചാല് അതിനകത്ത് വളരെ, അതായത് അബുൽ മൗദൂദി കൃത്യമായിട്ട് പറഞ്ഞാല് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അച്ചടക്കം തന്റെ പാർട്ടിയിൽ തന്റെ പ്രസ്ഥാനത്തിൽ വേണം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അതിനകത്ത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ആദ്യം നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ അനുഭാവിയായി എടുക്കുള്ളൂ, അനുഭാവി ഗ്രൂപ്പ്. അതിനവർ പറയുന്നത് മുത്തഫിക്ക് എന്നാണ്, മുത്തഫിക്ക് ഹൽക്ക, അവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കും. പണ്ടൊക്കെ CPM-ൽ അങ്ങനെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റുക്കനാവുന്നത്. റുക്കൻ എന്ന് പറഞ്ഞാൽ മെമ്പർ ആവുന്നത്. അപൂർവമാണ്, മെമ്പർമാരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം അതൊക്കെ വളരെയധികം പണ്ടത്തെ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാതിരിയാണ് അവരെല്ലാം കൊണ്ടു നടക്കുന്നത്. അപ്പൊ അതിനകത്ത് ചർച്ചയുണ്ടാവും. ലിബറൽ ആവുക, സെക്കുലർ ആവുക തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്ക് അന്യമായ ഒരു കാര്യമാണ്. കാരണം പുള്ളി അതിന് മാറ്റാൻ ആയിരുന്നല്ലോ. അതുപോലെ മതരാഷ്ട്രവാദം എന്നുള്ളത് അതിന് മാറ്റാൽ മായുന്നല്ല, പിന്നെ ജമാഅത്ത് ഇസ്ലാം ഉണ്ടാവില്ല. പിന്നെ ബംഗ്ലാദേശിനെ പറ്റി ഇവിടെ വിസ്തരിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്, അവിടെ മതന്യൂനപക്ഷങ്ങൾ വളരെ കാലമായി അക്രമങ്ങൾ നേരിടുന്നു, യുക്തിവാദികൾ കൊല്ലപ്പെടുന്നു, സെക്കുലറിസ്റ്റുകളും ലിബറലുകളും അവിടെ അക്രമത്തിന് വിധേയരാകുന്നുണ്ട്. പിന്നെ അവിടെ യാതൊരു തരത്തിലും ഉള്ള അലിവ്, കനിവ്, പരിഗണന കിട്ടാത്ത തരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും ബാക്കിയുള്ളവരും കഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രത്തിന്റെ പേരാണ് ബംഗ്ലാദേശ്. അവരിപ്പോ വർത്തമാനം പറയുമ്പോൾ ഇതൊക്കെ പറയാം, അതിലൊന്നും ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ ഇവർ നയം മാറ്റിയല്ലോ. 77 തൊട്ട് ഒരു വോട്ട് ചെയ്യാൻ തുടങ്ങി. 2011 ഒരു സ്വന്തം പാർട്ടി ഉണ്ടാക്കി. അപ്പോ നേരത്തെ അതൊക്കെ താകൂത്താണ്, പൈശാചിക വ്യവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ജോലി സ്വീകരിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് എൻ്റെ സുഹൃത്ത് അദ്ദേഹം മരിച്ചുപോയി, സിദ്ദീഖ് ഹസൻ, ഗവൺമെന്റ് കോളേജിൽ എൻ്റെ സഹപ്രവർത്തനായിരുന്ന ആളാണ്. കുറച്ചു കാലം അതിൻ്റെ അമീറായിരുന്നത്. അപ്പോൾ അതൊക്കെ അവർ മാറ്റി, അവർ പലതും മാറ്റി. പക്ഷേ ഈ മതേതരത്വം പേരിന് അംഗീകരിക്കും. എവിടെ? ഇന്ത്യയിൽ അംഗീകരിക്കും, ബംഗ്ലാദേശിൽ അംഗീകരിക്കുമോ, പാകിസ്ഥാനിൽ അംഗീകരിക്കുമോ? ഇല്ലല്ലോ. മതേതരത്വം അവർക്ക് പറ്റില്ല. കാരണം മതരാഷ്ട്രവാദമാണ് അവർക്കുള്ളത്, ജനാധിപത്യം അവർക്ക് പറ്റില്ല, തിയോ ഡെമോക്രസിയാണ് അവർക്കുള്ളത്, നാഷണലിസം അവർക്ക് പറ്റില്ല. അവർ പറയുന്നത് പാൻ ഇസ്ലാമിസമാണ്. മുസ്ലിങ്ങൾ ഒരു ആഗോള മുസ്ലിം സമൂഹം. എവിടുത്തെ മുസ്ലിമും, ഇന്ത്യയിലെ മുസ്ലിമും, ബ്രിട്ടനിലെ മുസ്ലിമും, അമേരിക്കയിലെ മുസ്ലിമും ഒരു സങ്കല്പ രാഷ്ട്രത്തിലെ പൗരന്മാരാണെന്നുള്ള വിചിത്രമായ സങ്കല്പമായിട്ടാണ് അവർ നടക്കുന്നത്. അപ്പൊ അതിനകത്ത് ചർച്ചകളുണ്ട്, അവർ പരിഷ്കരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് സങ്കല്പിക്കാം. പക്ഷെ ഞാൻ തൽക്കാലം അവർക്ക് അങ്ങനെ ഒന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അവർ മതേതരത്വത്തെ പറ്റി ഒരു വ്യാഖ്യാനം ഉണ്ടാക്കിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനുമായിട്ട് പ്രബോധനത്തിൽ അബ്ദുറഹ്മാൻ നടന്ന ഒരു വാദപ്രതിവാദം ഉണ്ടായിരുന്നു. 4-5 ലക്കങ്ങളിലേക്ക് തുടർന്ന വാദപ്രതിവാദം. അതിനാണ് അദ്ദേഹം പറഞ്ഞത് മതേതരത്വം എന്ന് അന്ന് മൗദൂദി പറഞ്ഞത് യൂറോപ്യൻ മതേതരത്തെ പറ്റിയാണ്. ഇന്ത്യൻ മതേതരത്വം ഞങ്ങൾക്ക് സമ്മതമാണെന്ന്. കാരണം ഇവിടെ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം. യൂറോപ്പിൽ മതങ്ങളെ നിരോധിച്ചിട്ടൊന്നുമില്ല, ആകെ അൽബേനിയയിൽ മാത്രമാണ് മതം നിരോധിച്ചത്. അതൊക്കെ ഇരിക്കട്ടെ. അപ്പം ഞാൻ പറയുന്നത് അവർ വാക്കുകൾ മാറ്റും, വാദങ്ങൾ മാറ്റും. പക്ഷേ അടിസ്ഥാന ആദർശം എന്ന് പറയുന്നത് മതരാഷ്ട്രം തന്നെയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പുതിയ വാക്ക് പറയുന്നു. നേരത്തെ ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറഞ്ഞു, ഇക്കാമത്തുദ്ദീൻ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് എന്റെ ചോദ്യം. ഇപ്പൊ കോൺഗ്രസ് ഇങ്ങനെ പറയുമ്പോൾ ഒരു നിരാശ തോന്നുന്നില്ലേ? കാരണം വി ഡി സതീശൻ ഇത് ആവർത്തിക്കുകയാണ്. അത് നിർത്തുകയല്ല, എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല, അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനകത്തൊരു നിരാശ തോന്നുന്നില്ല? ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണോ, അതല്ലെങ്കിൽ കേവല രാഷ്ട്രീയം കൊണ്ട്, കേവല തെരഞ്ഞെടുപ്പ് താല്പര്യം കൊണ്ട് മാത്രം ആ നിലയ്ക്ക് പറഞ്ഞു പോവുകയാണോ എന്നുള്ള വിഷമമില്ലേ? ഒരിക്കൽ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്. ഡോക്ടർ ജി വി ഹരി, ആ പ്രതികരണത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഇത്, എന്തായിരിക്കും ഇനി സംഭവിക്കുക ഈ കാര്യത്തിൽ? ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ഈ ചർച്ച ഇനിയും അങ്ങനെ തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഇതെവിടെയെങ്കിലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത കോൺഗ്രസിന് വരുന്നത് നല്ലതാണ്. അല്ല, ഞങ്ങൾക്ക് അവ്യക്തത ഇല്ല ഹർഷൻ, അത് വളരെ ക്ലാരിറ്റിയോടുകൂടി പറയാം. ഞാനത് വീണ്ടും കാരശ്ശേരി ഭാഷന്റെ അഭിപ്രായത്തിനോട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രതികരണത്തോട് കോൺഗ്രസിന് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരു സംഘടനകളുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല. കാരണം സ്വാഭാവികമായി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഏതു സംഘടനകളുടെയും വോട്ട് സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ആ സമീപനം തൽക്കാലം സ്വീകരിക്കുകയാണ് നല്ലത് എന്നുള്ള ഒരു തോന്നലാണ് കോൺഗ്രസ്. അല്ല, എനിക്ക് സമയം അവസാനിച്ചതുകൊണ്ടാണ് ഞാൻ ഒരു പോളിന്റെ റിസൾട്ട് കൂടെ പറയാനുണ്ട്. ചർച്ച
അവസാനിക്കുമ്പോൾ സോഷ്യൽ മീഡിയ പോളിന്റെ അന്തിമ ഫലം കൂടി നമ്മൾക്ക് പറയണം. ജമാഅത്തെ ഇസ്ലാമിയെ വി.ഡി. സതീശൻ വെള്ളപൂശുന്ന നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ തുടക്കത്തിൽ ഏതാണ്ട് 60% മുകളിൽ ആളുകളായിരുന്നു അതിനെ അനുകൂലിച്ചതെങ്കിൽ ഇപ്പോൾ 82% ആളുകൾ ആ സമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള നിലപാടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ കണക്കല്ല. എതിർക്കുന്നവർ 9% അഭിപ്രായം ഇല്ലാത്തവർ 9%. അപ്പോൾ അതൊരു ചെറിയ കണക്കല്ല. അതൊരു ആളുകൾ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയായി തന്നെ വേണം ഒരുപക്ഷെ നമുക്കത് കണക്കാക്കാൻ. സോഷ്യൽ മീഡിയയിലൂടെ വന്നപ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഈ അടുത്ത ദിവസവും വ്യക്തമാക്കിയത് മതരാഷ്ട്രവാദം തന്നെയാണ് ആ സംഘടനയുടെ അടിസ്ഥാന നിലപാടെന്നാണ്. ഞാനത് ചർച്ചയിൽ നേരത്തെയും പറഞ്ഞിരുന്നു. അവർക്ക് സംഭവിച്ചതായി അവർ തന്നെ പറയുന്ന മാറ്റം ആശയപരമല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി തന്നെ ഇടയ്ക്കിടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. അതിപ്പോൾ കാരശ്ശേരി മാഷും പറഞ്ഞു ആ മട്ടിലാണ് അത് സംഭവിക്കുന്നത്. അതേ വേളയിലാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്നത്. അത് ആവർത്തിച്ചത് കൊണ്ട് തന്നെയാണ് വീണ്ടും ആ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്തതും. ആ പ്രസ്ഥാനം മതരാഷ്ട്രവാദം പരിപൂർണമായി ഉപേക്ഷിച്ചു എന്ന് പറയാൻ എന്തൊക്കെ സംഭവിക്കണം? ഒന്ന്, മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് തുറന്ന് അംഗീകരിക്കണം. 2, ഇസ്ലാമിക് ഭരണക്രമം അഥവാ ദൈവിക നിയമം രാഷ്ട്രീയ ലക്ഷ്യമല്ലെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം. 3, സംഘടനാ സ്ഥാപകനായ മൗദൂദിയുടെ ഹുക്കുമത്തെ ഇലാഹി അഥവാ ദൈവിക രാഷ്ട്രം പോലെയുള്ള തത്വങ്ങളെ വിമർശനാത്മകമായി പുനർനിർവചിക്കണം. അത് പുനർനിർവചിച്ചിട്ടുണ്ട് എന്നവർ പറയും, പക്ഷേ അതൊരു വാക്കുകളിലെ കളി മാത്രമാണ് എന്നതാണ് തൽക്കാലം വസ്തുത. 4-മത്തെ കാര്യം, രാജ്യത്തിന്റെ ഭരണഘടനയെ പ്രായോഗിക അടവു നയ പദ്ധതിയായല്ല അന്തിമമായ മൂല്യഘടനയായി തന്നെ സ്വീകരിക്കണം. ഇതൊന്നും ഇന്നേ വരെ സംഭവിച്ചതായി നമുക്കറിയില്ല. വരും കാലത്തെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് ആ സംഘടന സമ്പൂർണ്ണമായി ജ്ഞാനസ്നാനപ്പെട്ടാൽ നല്ലത്. ഇവിടെ ഫയർ പൂർത്തിയാവുകയാണ്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ എ.ടി. കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ ജി.വി. ഹരി, ശ്രീ എം.എൻ. കാരശ്ശേരി. ഫയർ ഇവിടെ പൂർത്തിയാവുന്നു.